പ്രിയ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് കോട്ടയത്ത് പുത്തനങ്ങാടി കുരിശുപള്ളിയിലാണ്. ഈ പള്ളിയുടെ കല്ലിട്ട പെരുന്നാളാണ് ഇന്നും നാളെയുമായി നടക്കുന്നത്. ഏകദേശം 500 വർഷത്തോളം പഴക്കമുണ്ട് ഈ പള്ളിക്കെന്ന് കരുതപ്പെടുന്നു. എല്ലാ പ്രാവശ്യവും വളരെ ഭക്തിയാദരപൂർവ്വം നടത്തുന്ന ഒരു പെരുന്നാളാണ് കല്ലിട്ട പെരുന്നാൾ. നാനാജാതി മതസ്ഥർ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരികയും എല്ലാ ദിവസവും ഈ ഇവിടുത്തെ വിളക്കിൽ തിരികത്തിക്കുന്ന ഒരു പതിവ് ഇവിടെയുണ്ട്. വളരെ പുരാതന കാലത്തിൽ ഈ ആറ്റിലൂടെ ഒഴുകി വന്ന ഒരു കുരിശ് ഒരമ്മയ്ക്ക് കിട്ടുകയും ആ അമ്മ ആ കുരിശ് ഈ ദേവാലയത്തിൽ കൊണ്ട് പ്രതിഷ്ഠിക്കുകയും ആണ് ചെയ്തത്. അന്നിവിടെ ദേവാലയമില്ല, ആ കുരിശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ പതിവായിട്ട് തിരികത്തിക്കുകയും മറ്റുള്ളവരും അതുപോലെ ചെയ്യുകയും ചെയ്തപ്പോൾ പിൽക്കാലത്ത് അതൊരു ചെറിയ ഓലപ്പരയായി മാറി. പിന്നീട് ആണ് ഇത് പള്ളിയായിത്തീരുന്നത്. ഏറ്റവും പുരാതനമായ പള്ളികൾ ഒന്നാണ് കോട്ടയത്തെ കുരിശുപള്ളി എന്ന് പറയുന്നത്. പരിശുദ്ധ തോമാസ് ശ്ലീഹായെ മധ്യസ്ഥൻ അഭയം പ്രാപിച്ചാണ് ആൾക്കാർ കൂടുതലായിട്ടും ഇവിടെ വരുന്നത്. കുരിശോപ്പൻ എന്ന പേരിലാണ് തോമാസ് ശ്ലീഹ ഇവിടെ അറിയപ്പെടുന്നത്. ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളുടെയും ആശാകേന്ദ്രമാണ് ഈ ദേവാലയം. വളരെ സന്തോഷവും അതുപോലെ തന്നെ ആത്മനിർവൃതിയുമാണ് ഈ ദേവാലയത്തിൻ്റെ പരിസരത്തിൽ നിൽക്കുമ്പോൾ പോലും നമുക്ക് ലഭ്യമാവുന്നത്. വളരെ ശാന്തസുന്ദരമായ, എപ്പോഴും ഈശ്വര ചിന്തകൾ മാത്രം മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരിടമാണ് ഈ ദേവാലയം. നമ്മളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മൾക്ക് ഈ ദേവാലയത്തിൽ ഇറക്കി വയ്ക്കാം. ഇതാണ് പള്ളിയുടെ പ്രധാന കവാടം. ഇവിടെ 2 തിരുവിളക്കുകളുണ്ട്. ഈ തിരുവിളക്കിലാണ് നമ്മുടെ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ട് എഴുന്നള്ളുന്ന ദിവസം പതിവായി വർഷങ്ങളായി മുടങ്ങാതെ അവർ ഈ തിരുവിളക്കിൽ തിരിയിട്ട് എണ്ണ ഒഴിച്ച് കത്തിക്കുന്നൊരു പതിവ് ഉണ്ട് ആറാട്ട് എഴുന്നള്ളി വരുമ്പോൾ. അങ്ങനെ നാനാജാതി മതസ്ഥരാൽ ഈ ദേവാലയം എപ്പോഴും കോർത്തിണക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എത്ര കഠിനമായ ഭാരമുണ്ടായാലും അതെല്ലാം ഒരു നിമിഷം കൊണ്ട് തന്നെ ഇല്ലാതാവുന്നതായിട്ടാണ് ഇവിടെ വരുന്നവർക്കെല്ലാവർക്കും അനുഭവപ്പെടുന്നത്. പള്ളിയുടെ മദ്ബഹായുടെ ഒത്ത നടുക്ക് ഒറ്റക്കല്ലിൽ തീർത്ത ഒരു കുരിശ് നമുക്ക് കാണാൻ സാധിക്കും. ആ കുരിശ് പണ്ട് കാലങ്ങളിൽ അത് മദ്ബഹായുടെയും ഐക്കലായുടെയും നടുക്കായിരുന്നു സ്ഥാപിച്ചിരുന്നത്. ആ കൽവിളക്കിനോട് ചേർന്ന കൽക്കുരിശിനോട് ചേർന്നാണ് കെടാവിളക്ക് ഉള്ളത്. ഇന്നും അമ്മ തെളിച്ച മെഴുകുതിരിനാളം പോലെ അണയാതെ അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കെടാവിളക്ക് ഈ ദേവാലയത്തിൻ്റെ ഒരു ഐശ്വര്യം തന്നെയാണ്. നമ്മളുടെ ആഗ്രഹങ്ങളെ എല്ലാം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അതിൽ എണ്ണയൊഴിച്ച് തിരി കത്തിക്കുമ്പോൾ അത് ഉറപ്പായും നടക്കും എന്ന് ആൾക്കാർ വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും കുർബാനയും വൈകിട്ട് സന്ധ്യാനമസ്കാരവും ഈ ദേവാലയത്തിൽ നടത്തപ്പെടുന്നു. ഭക്തിയാദരപൂർവ്വം ജാതിമത ചിന്തകൾ വെടിഞ്ഞ് എല്ലാവരും ഇവിടെ പങ്കെടുക്കുന്നു. ആദ്യകാലങ്ങളിൽ ആ കുരിശ് മദ്ബഹായുടെ നടുക്കിൽ നിന്ന് മാറ്റി സ്ഥാപിക്കണം എന്ന് പലരും പറഞ്ഞപ്പോൾ അതൊരു തർക്കത്തിനിടയായപ്പോൾ പരിമല തിരുമേനി നേരിട്ടെത്തി ആ ദേവാലയത്തിൻ്റെ കൽക്കുരിശ്
ത്രോണോസിലേക്ക് മാറ്റുവാൻ നിർദ്ദേശിക്കുകയും അതനുസരിച്ച് ചെയ്യുകയും ചെയ്തു. ആ സമയങ്ങളിൽ ധ്യാനത്തിലിരുന്ന പരിമല തിരുമേനി ഉപയോഗിച്ച കട്ടിലാണ് പള്ളിയുടെ തെക്ക് വശത്തുള്ള ഈ മുറിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. പരിശുദ്ധൻ്റെ ഓർമ്മ സുഹൃത്തുക്കളെ, നമ്മളുടെ കോട്ടയം കുരിശുപള്ളിയിൽ വർഷങ്ങളായിട്ട് ഈ പള്ളിയിൽ ശുശ്രൂഷ നടത്തിയ CJ പുന്നോസ്കോർ എപ്പിസ്കോപ്പയാണ് ഇപ്പോൾ നമ്മളോട് കൂടെയുള്ളത്. ഈ ദേവാലയത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന അച്ഛനെ ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയുവാനും മറ്റുള്ളവരിലേക്ക് അറിയിക്കുവാനും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അച്ഛാ, നമസ്കാരം. അച്ഛൻ്റെ വീട് കോട്ടയം തന്നെയാണോ? കോട്ടയത്ത് എവിടെയാണ്? എൻ്റെ വീട് കോട്ടയത്ത് താഴത്തങ്ങാടിയിൽ കൊച്ചേട്ട ആണ് എൻ്റെ കുടുംബവും. അച്ഛൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു സീനിയർ വൈദികനാണ്. അപ്പം അച്ഛന് ഈ കുരിശുപള്ളിയുടെ പ്രാധാന്യവും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? എനിക്കറിയാവുന്നതും എൻ്റെ ചെറുപ്പം മുതലേ കേട്ട് പരിചയമുള്ള കാര്യങ്ങളും ആദ്യം ഞാൻ പറയട്ടെ. ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഒരു തടിക്കുരിശ് ഈ പള്ളിയുടെ കിഴക്ക് വശത്തൂടെ കൊടുക്കുന്ന തോട്ടിൽ കൂടെ ഒഴുകി വന്നെന്നും അതൊരു ഇവിടുത്തെ പഴയ ഒരു കുടുംബത്തിലുള്ളൊരു വല്യമ്മച്ചിക്ക് അത് കിട്ടിയെന്നും ആ കുരിശ് ഒരു വലിയ നിധിയായിട്ട് വല്യമ്മച്ചി അത് ഈ പള്ളിയായിട്ടില്ലെങ്കിൽ ആ കുരിശ് ഇവിടെ കൊണ്ട് വെച്ചു. കുരിശ് വെച്ചിട്ട് രാവിലെയും വൈകിട്ടും അമ്മച്ചി പ്രാർത്ഥിക്കാൻ വരുന്നു. അങ്ങനെയാണ് ഇവിടെ പ്രാർത്ഥന തുടങ്ങുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് വല്യമ്മച്ചി പോകുന്നത് കണ്ടുകൊണ്ട് മറ്റ് പല ചെറുപ്പക്കാരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ആൾ കൂടി വന്നപ്പോഴത്തേക്ക് ഇവിടെ നിൽക്കാനും ഉള്ള സൗകര്യക്കുറവ് കൊണ്ടും മഴയും വെയിലും പ്രയാസം ആയതുകൊണ്ടും ഇവിടെ ഒരു ഓല കൊണ്ടുള്ള ഒരു പന്തൽ പോലെ ഉണ്ടാക്കി. അങ്ങനെ ആ ഓലപ്പന്തൽ ഓലപ്പള്ളിയായിട്ട് മാറി. ആ പള്ളിയുടെ സ്ഥാനത്താണ് ഇപ്പോൾ ഇരിക്കുന്ന ഈ മനോഹരമായ കുരിശുപള്ളി. ഈ കുരിശുപള്ളിയുടെ വളർച്ച എൻ്റെ ഓർമ്മയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്ന 18 വീട്ടുകാർ ആണ് കൂടിച്ചേർന്ന് ഈ പള്ളി ആദ്യം രൂപീകരിച്ചത്. അത് കഴിഞ്ഞിട്ട് ആ പള്ളി ഈ രൂപത്തിലായതും ആ 18 കുടുംബക്കാർ അതിനെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുത്തതാണ് ഈ കുരിശുപള്ളി. അവിടെ ധാരാളം ആൾക്കാർ വന്ന് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ കുരിശുപള്ളിയിൽ വിളക്കിൽ എണ്ണ ഒഴിക്കുന്ന പതിവുണ്ടായിരുന്നു. ആ വിളക്ക് ശോഭിച്ച വിളക്ക് എണ്ണയൊഴിക്കുന്ന ഇതുവരെയും കെടാതെ കൊല്ലങ്ങളായിട്ട് സൂക്ഷിച്ചു എന്നുള്ളത് ഈ പള്ളിയുടെ വലിയൊരു മഹിമയായിട്ടാണ് ഞാൻ കാണുന്നത്. ആ വിളക്കിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ത്രോണോസിലിരിക്കുന്ന ആ വലിയ കൽക്കുരിശ് ചെങ്ങന്നൂരിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറയപ്പെടുന്നു. എനിക്കറിയാൻ പാടില്ല. ആ കുരിശ് മദ്ബഹായുടെ വാതിക്കൽ വിളക്കിൻ്റെ കിഴക്ക് വശത്ത് ഇരിക്കുക. അങ്ങനെ ആ കുരിശ് അവിടെ ഇരിക്കുമ്പോൾ വിശുദ്ധ ആരാധന നടത്തുന്ന അവസരത്തിൽ കുരിശൊരു തടസ്സമായിട്ട് കാഴ്ചയ്ക്ക് കുർബാനയിൽ സംബന്ധിക്കാൻ വരുന്നവർക്കൊരു തടസ്സം പോലെ തോന്നിയത് കൊണ്ട് ഇത് മാറ്റിവെക്കണം എന്നുള്ളൊരു അഭിപ്രായം ആ നാളത്തെ ആളുകൾക്കുണ്ടായി. ഒരു കൂട്ടർക്ക് അഭിപ്രായ വ്യത്യാസവുമായി. രണ്ടു കൂട്ടരുടെ അഭിപ്രായ വ്യത്യാസമായപ്പോൾ അന്ന് പരിശുദ്ധനായ പരിമല തിരുമേനിയായി രണ്ടു കൂട്ടരും കൂടി സമീപിച്ച്
എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറ്റിക്കിട്ടണം, മറ്റൊരാൾ മാറ്റിക്കിട്ടണ്ട, ആദ്യം സ്ഥാപിച്ച് കുരിശാണ് അത് അവിടെ ഇരിക്കണം ഒരു മനോഭാവം വന്നതിൻ്റെ പേരിൽ പരുമല തിരുമേനി പരുമലയിൽ നിന്നും എഴുന്നള്ളി കുരിശുപള്ളിയിൽ അന്നത്തെ ചുറ്റുപാടിലുള്ള സൗകര്യത്തിൽ ഇവിടെ വന്ന് താമസിച്ചു. അന്ന് താമസിച്ച് തിരുമേനി ഉപയോഗിച്ച കട്ടിലും തിരുമേനി ഉപയോഗിച്ച കസേരയുമെല്ലാം ഇപ്പോഴും ഇവിടെയുണ്ട്. ആ കട്ടിൽ ഇപ്പോൾ പ്രത്യേകം ഒരു മുറി പണിത് പള്ളിയുടെ തെക്ക് വശത്ത് ഓഫീസിനോടടുത്ത് സ്ഥാപിച്ചിട്ടുമുണ്ട്. പ്രാർത്ഥനയും ഉപവാസവും 3 ദിവസത്തോളം ഒരാഴ്ചയോളം നടത്തി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഈ കുരിശ് അന്നത്തെ ത്രോണോസിലേക്ക് എടുത്ത് വെക്കാൻ പറഞ്ഞു. അതിന് തിരുമേനി കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് അപ്പുറവും മറ്റൊരു അഭിപ്രായ വ്യത്യാസം ഇല്ലാഞ്ഞതുകൊണ്ട് എല്ലാവരും കൂടി അത് വലിയൊരു വടം 2 വശത്തു നിന്നും കെട്ടി അത് പൊക്കി അവിടെ ഇവിടെ വെക്കാൻ തുടങ്ങി. തിരുമേനി കൂട്ടത്തിൽ നിൽപ്പുണ്ടായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. ആ വടം കെട്ടി കുരിശ് മുകളിലോട്ട് പൊക്കുന്ന അവസരത്തിൽ ആ ഒരു വടത്തിൻ്റെ ചരട് പൊട്ടാൻ തുടങ്ങിയെന്ന് കണ്ടപ്പോഴേക്കും എല്ലാവരും പ്രാർത്ഥിച്ചു. പരിശുദ്ധ തോമാശ്ലീഹായെ വിളിച്ച് മധ്യസ്ഥത പ്രാർത്ഥിച്ചുകൊണ്ട് തിരുമേനി ആ കൂടെ നിന്ന് പ്രാർത്ഥിച്ചു. ആ വടം പൊട്ടാതെ തന്നെ ഈ കുരിശ് ത്രോണോസിൽ എടുത്തു വെച്ചതാണ്. അതാണ് ഇപ്പോൾ ഇരിക്കുന്ന ആ കൽക്കുരിശ്. ഇങ്ങനെ കൽക്കുരിശ് ആ ത്രോണോസിലിരിക്കുന്നു. അതിൻ്റെ മുമ്പിൽ തടിക്കുരിശും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ കുരിശിൻ്റെ പ്രാധാന്യം പരുമല തിരുമേനിയിൽ കൂടി പ്രവർത്തിച്ച് കവറിൽ സ്ഥാപിച്ചത് കൊണ്ടാണ് ഈ പള്ളിക്ക് കുരിശ് പള്ളി എന്ന് പേര് കിട്ടിയത് എന്നാണ് എൻ്റെ അറിവ്. എല്ലാ പള്ളിക്കും കുരിശുണ്ട്. എല്ലാ പള്ളിയിലും വളരെ മനോഹരമായ രീതിയിൽ കുരിശൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. എങ്കിലും അവിടെ വേറെ എനിക്ക് മലങ്കരയിൽ വേറൊരു സഭയിൽ വേറൊരു കുരിശ് പള്ളിയുള്ളതായിട്ട് എനിക്കറിയാൻ പാടില്ല. ഈ കുരിശ് ഇപ്പോൾ മനോഹരമായി സൂക്ഷിക്കുന്ന ഒരു പതിവാണ് ഇവിടെയുള്ളത്. ആ കുരിശാണ് കുരിശുപള്ളി എന്നുള്ള പേര് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇതിനിടയ്ക്ക് അതിൻ്റെ നെഗറ്റീവ് സൈഡ് കൂടി ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇത് കുരിശുപള്ളിയുടെ കുരിശ് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഒരു അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അത് വെറും ശുദ്ധ അബദ്ധമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുരിശുപള്ളിയിലെ കുരിശ് അന്ന് സ്ഥാപിച്ച് ഇന്നും അതുപോലെ അവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെയുള്ള കുരിശുപള്ളിയുടെ മറ്റൊരു പ്രാധാന്യം ദേറാകളിൽ ഉള്ളതുപോലെ അന്ന് മുതൽ തന്നെ എല്ലാ ദിവസവും ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ച് തുടങ്ങിയിരുന്നു. അതിന്നും ഒരു ദിവസം പോലും മുടങ്ങാതെ ആ ആരാധന നടത്തുന്നതും ഈ പള്ളിയുടെ അഭ്യുന്നതിക്ക് കാരണമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. വിശുദ്ധമായിട്ട് ആദ്യമൊക്കെ തുടങ്ങിയത് ഓരോ കുടുംബക്കാരായിരുന്നു. ഓരോ കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് കുർബാന ചെല്ലുന്നു, അങ്ങനെ വന്നു. പിന്നെ അത് മാറിയിട്ട് എല്ലാ ദിവസവും എല്ലാവർക്കും വേണ്ടി ഇവിടെ വരുന്ന ആളുകളെല്ലാവരും വളരെ ഭക്തിയോടുകൂടി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനും ചുറ്റുവിളക്ക് കത്തിക്കുവാനും അങ്ങനെ തുടങ്ങി. ഈ പള്ളി ഒന്നിനൊന്നിന് അനുഗ്രഹപ്രദമായി തോമാശ്ലീഹായുടെ മധ്യസ്ഥതയിൽ ഇത് വളരെയധികം ഉയർന്നു പൊങ്ങി ഇന്ന് ഈ നിലയിലായി. ഇവിടുത്തെ പെരുന്നാൾ, ഇവിടെ കല്ലിട്ട പെരുന്നാളുണ്ട്. മാർത്തോമാശ്ലീഹയുടെ ജൂലൈ 3-ാം തീയതിയുള്ള ആ പെരുന്നാളും ഇവിടെ ആഘോഷിക്കുന്നു. അതുകൂടാതെ അദ്ദേഹം കുന്തമേറ്റ ഡിസംബർ 18 മുതൽ 19, 20, 21 ഈ ദിവസങ്ങളിലും രാത്രി കൺവെൻഷൻ പ്രസംഗങ്ങൾ നടത്തുക പതിവാണ്. അങ്ങനെ ഈ സെൻറ്റ് തോമസിൻ്റെ പ്രാധാന്യം വളരെയധികം. അതുകൊണ്ട് സെൻറ്റ് തോമസ്
ആളുകൾക്കുള്ള വിശ്വാസം കൂടുതൽ വർദ്ധിച്ചു. കുരിശോപ്പൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്ന മറ്റൊരു നാമം. അതും വളരെ ഭക്തിയോടുകൂടി അയ്യോ ഇത് കുരിശോപ്പൻ്റെ ആണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആളുകളുടെ ഭക്തിയും ആളുകളുടെ ആ ആവേശവും എല്ലാം ഒന്ന് പ്രത്യേകം കാണേണ്ടതാണ്. ഈ പള്ളിക്ക് കല്ലിട്ടത് പെരുന്നാളാണ് ഇപ്പോൾ ഈ നാളെ 10-ാം തീയതി ആഘോഷിക്കുന്നത്. ഈ ആഘോഷത്തിന് വരുന്ന എല്ലാവർക്കും പെരുന്നാളിന് പള്ളിക്ക് കല്ലിട്ട പെരുന്നാളിനോട് നടക്കുന്ന ആ നേർച്ച വാസ്തവത്തിൽ കറി നേർച്ച എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ കോട്ടയം പട്ടണത്തിൽ നിന്നും കിട്ടാവുന്നിടത്തോളം പച്ചക്കറികളെല്ലാം കൂടെ കൂട്ടി ഈ പള്ളിയിൽ പാകം ചെയ്ത് വരുന്ന എല്ലാവർക്കും കൊടുക്കുക പതിവായിരുന്നു. കൂടാതെ മറ്റൊരു പതിവും കൂടി ഉണ്ടായിരുന്നു. അന്ന് ദരിദ്രരായ ആളുകൾക്കെല്ലാം ഇവിടെ സ്ഥലം പോരാഞ്ഞിട്ട് പള്ളിയുടെ മുൻപിലുള്ള വഴിയുടെ 2 വശത്തും ആളുകളെ ഇരുത്തി അവർക്ക് ഈ കറി നേർച്ച കറിയും കഞ്ഞിയും കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്ന ഒരു രീതിയായിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്നത്. ഇപ്പോൾ പള്ളിയിൽ വരുന്നവർക്ക് എല്ലാവരും പള്ളിയിലേക്ക് വരുന്നവർക്കെല്ലാം അവരുടെ ഇഷ്ടമനുസരിച്ച് ഭക്ഷണം കറി നേർച്ചയും കഞ്ഞിയും കൊടുക്കുന്ന പതിവാണ് ഇപ്പോഴുള്ളത്. അതിൻ്റെ പെരുന്നാളാണ്, അതിൻ്റെ ആ വലിയ ദിവസമാണ് ഈ കല്ലിട്ട പെരുന്നാളായി കൊണ്ടാടുന്ന ഈ ദിവസത്തിൽ നടക്കുന്നത്. രാവിലെ തിരുമനസ്സുകൊണ്ട് തിരുമേനിമാരും നിന്ന് കുർബാന ചൊല്ലുന്നു, പട്ടക്കാരെ കൂടെ നിന്ന് ആരാധിക്കുന്നു. ജനം തിങ്ങി നിന്ന് ആണ് ഈ പെരുന്നാളിൻ്റെ ആഘോഷങ്ങളെല്ലാം നടത്തുന്നത്, ആരാധന നടത്തുന്നത്, പ്രാർത്ഥന നടത്തുന്നത്. ഇതെല്ലാം നിങ്ങളെവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കുരിശോപ്പൻ എന്നാണ് എല്ലാവരും പറയുന്നത്. എൻ്റെ 5 വയസ്സ് മുതലുള്ള ഞാൻ ഇവിടെ വന്ന് കുർബാനയിൽ സംബന്ധിച്ച് ഉള്ള ഒരു ജീവിതമാണ് ഞാനിവിടെ കുരിശുകളിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും പ്രത്യേകം ഈ സമയത്ത് ഓർക്കുകയാണ്. കറി നേർച്ച വരുമ്പോഴേക്കും ഇതിനോടടുത്ത് നിൽക്കുന്ന എല്ലാ വീട്ടുകാരും, അത് സാമ്പത്തികമെന്നോ അല്ലെങ്കിൽ സാമ്പത്തികം ഇല്ല എന്നുള്ളതല്ല, എല്ലാ വീടുകളിൽ നിന്നും ആളുകൾ വന്ന് തങ്ങൾക്ക് കഴിയാവുന്ന രീതിയിലുള്ള ആ ഒരു യോജിപ്പ് ഇവിടെ നടക്കുന്ന കറി നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ കൊണ്ടുവന്ന് അരിഞ്ഞ് വൃത്തിയാക്കി ഭക്ഷണം പാകം ചെയ്യുന്നൊരു രീതി അന്ന് തുടങ്ങിയത് ഇന്നും വളരെ ഭക്തിയായിട്ട് തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതും സത്യമാണ് എന്നുള്ള കാര്യം ഇപ്പോഴുള്ളവർക്കും തന്നെ അറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ കല്ലിട്ട പെരുന്നാളിൻ്റെ നേർച്ച എല്ലാവർക്കും അല്പം കിട്ടിയില്ലെങ്കിൽ വളരെ നിരാശരുമാണ് എന്നുള്ളത് കാര്യവും ഈ സമയത്ത് എടുത്തു പറയേണ്ടതായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ പള്ളിയുടെ കല്ലിട്ട പെരുന്നാൾ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം ഉള്ള പ്രാർത്ഥനയോടുകൂടി എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഓർത്ത് പറയുകയാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശ്രീഹായുടെ മധ്യസ്ഥ പ്രാർത്ഥന ഈ ചുറ്റുപാടെല്ലായിടത്തും ഉണ്ട്. അത് നമ്മൾക്കത് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഈ പള്ളിയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടെ എൻ്റെ ചിന്തയിൽ വരുന്നത് ഓർപ്പിക്കുകയാണ്. ഒന്ന്, ഈ കുരിശുപള്ളി എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ മാത്രം പള്ളിയായിട്ട് അല്ല ഇവിടെ ശോഭിക്കുന്നത്. മത സൗഹാർദ്ദത്തിൻ്റെ വലിയൊരു കേന്ദ്രമായിട്ടാണ് കുരിശുപള്ളി. ഇവിടെ ഹൈന്ദവർ വരുന്നു, മുസ്ലിങ്ങൾ വരെ വരുന്നു,
ക്രിസ്ത്യാനികളായ ഇവിടെയുള്ള മറ്റുള്ളവരും എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ടുള്ള ആരാധനയാണ് ഇവിടെ മിക്കവാറും ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഹിന്ദുക്കൾക്കെന്നോ മറ്റു മതക്കാർക്കെന്നോ കുരിശോപ്പൻ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും വന്ന് മുട്ടുകുത്തുന്ന ഈ സ്ഥലം ഏറ്റവും അനുഗ്രഹപ്രദമാണെന്നുള്ളൊരു സംശയമൊന്നുമില്ല. എനിക്കറിയാവുന്ന വേറൊരു സംഭവം കൂടി ഞാൻ പറയട്ടെ. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതുമാണ്. തിരുനക്കര അമ്പലം ഈ പള്ളിയുടെ കിഴക്ക് വശത്തെ കുന്നിൽ, നക്കരക്കുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന അമ്പലമാണ് തിരുനക്കര. ആ നക്കരക്കുന്ന് തിരുനക്കര ആയത് അവിടെ അമ്പലവും പ്രതിഷ്ഠയും പ്രാർത്ഥനയും മറ്റും ഉള്ളപ്പോഴായതുകൊണ്ട് തിരുനക്കര എന്നുള്ളതായി തീർന്നത്. അവിടുത്തെ ഉത്സവങ്ങൾ നടക്കുമ്പോഴെല്ലാം അവിടുന്ന് ഈ പ്രതിഷ്ഠ ആനപ്പുറത്ത് വെച്ചുകൊണ്ട് വരുന്ന ആന അതിനെ ആറാട്ടിൻ്റെ സമയത്ത് കുളിപ്പിക്കുവാൻ കൊണ്ടുപോകുന്നത് കുരിശുപള്ളിയുടെ വാതിക്കൽ കൂടിയാണ്. കുരിശുപള്ളിയുടെ വാതിക്കൽ വരുന്ന ഈ ആനയുടെ കൂട്ടത്തിൽ 3-4-5 പേര് കാണും. അന്നൊക്കെ ഇവിടെ വന്ന് ആന തുമ്പ് കൈപൊക്കി വന്ദനം നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് ഈ ആനയ്ക്ക് ഇവിടെ വല്ലതും മധുരം കൊടുക്കുന്ന പരിപാടിയും ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. ശർക്കര കൊടുക്കുവാനായിട്ട് ആളുകൾ ക്യൂ ആണ്. ഇനിയും ആ അമ്പലത്തിൽ നിന്ന് ആ ഉത്സവത്തിൻ്റെ സമയത്ത് ഇവിടെ എണ്ണയൊഴിക്കുന്ന പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ച് 3-4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ ഒരു 5-6 കൊല്ലത്തേക്ക് ഇവിടെ അത് നിർത്തിയിരുന്നു. അമ്പലത്തിലെ യുവാക്കളായിട്ടുള്ള ആളുകൾ മുമ്പോട്ട് അമ്പലത്തിലെ ഭരണസമിതിയിൽ വന്നപ്പോൾ അതിനൊന്നും കാര്യമില്ല, അവിടെ എണ്ണയൊഴിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞ് അത് നിർത്തിവെച്ചു. അത് നിർത്തിവെച്ചതിൻ്റെ ഫലമായിട്ട് അവിടെ അമ്പലത്തിൽ ഏതോ ചില കുഴപ്പങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടുത്തെ ഒരു സീനിയറായിട്ടിരിക്കുന്ന ഒരു ബ്രാഹ്മണൻ എന്നോട് പറഞ്ഞതാണ്. അവിടെ പിള്ളേർ വന്നിങ്ങനെ പറഞ്ഞു, അതിൻ്റെ പേര് എണ്ണയൊഴിപ്പ് നിർത്തി. അതുകൊണ്ട് ഇത് ജ്യോതിഷൻ വെച്ച് നോക്കിയപ്പോൾ അത് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. അവിടെ ആരാധന സ്ഥലത്ത് നിങ്ങൾ ചെയ്യുന്നത് പോലെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിൽ അന്ന് ഞാനിവിടെ വികാരിയായിട്ടിരിക്കുമ്പോഴാണ് പറയുന്നത്. ഇവർ 5-6 പേര് എൻ്റെ ഇരിക്കൽ വന്ന് ഇതെല്ലാം പറഞ്ഞു എന്നോട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവരോട് ഇനി ഞങ്ങൾ അതങ്ങ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു, 6 പാട്ട വെളിച്ചെണ്ണ കണക്കിന് ഇവിടെ വിളക്കിൻ്റെ താഴെ കൊണ്ട് വെച്ചപ്പോൾ ഞാനും എൻ്റെ സാന്നിധ്യവും അവരാഗ്രഹിച്ചു. ഞാൻ അവിടെ നിന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കണം. ഞങ്ങളെല്ലാവരും കൂടെ ഒരുപോലെ നിന്ന് പ്രാർത്ഥിച്ചു. അതിനകത്തുനിന്ന് കുറച്ച് എണ്ണ എടുത്ത് എൻ്റെ കയ്യിലൊഴിച്ചു. അത് വിളക്കിനകത്ത് ഒഴിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ആ പൂജാരി തന്നെ എണ്ണയെടുത്ത് ഒഴിച്ചു. അങ്ങനെ ഒരു വലിയൊരു ബന്ധം ഈ തിരുനക്കര അമ്പലവും ഇതും ഈ കുരിശുപള്ളിയുമായിട്ട് ഉണ്ടെന്നുള്ളൊരു കാര്യം എൻ്റെ ഓർമ്മയിൽ വന്നത് ഞാനത് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വിടുകയാണ്. വളരെ നന്ദി അച്ഛാ. ഈ പള്ളിയെ പറ്റിയും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമായ രീതിയിൽ അച്ഛന് പറഞ്ഞു തരാൻ സാധിച്ചു. അതിന് വളരെ നന്ദി അറിയിക്കുന്നു. ദൈവാനുഗ്രഹിക്കട്ടെ.